എനിക്ക് ഇന്നിപ്പോ തന്നെ ഇവിടെ ഒരാള് വന്നു പറഞ്ഞു ബിസിനസ് ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നോക്കട്ടെ, ബിസിനസ് ഒന്നുമില്ല, അക്കൗണ്ടിൽ പൈസയില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കുഞ്ഞ് എമൗണ്ട് അയച്ചു. ബിസിനസ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആളുകളുമായിട്ട് ഇടപെടണം. അതുപോലെ തന്നെ എന്താണോ ബിസിനസ് ചെയ്യുന്നത് ആ ബിസിനസിനെ കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കണം. ആ എത്തിക്കാനുള്ള കഴിവുണ്ടാകണം. കഴിവ് നമ്മൾ പരിശ്രമിച്ചിറങ്ങണം. അല്ലാതെ നമ്മളെ മറ്റൊരാൾ ഒരിക്കലും വളർത്തത്തില്ല, കൊല്ലാനേ ശ്രമിക്കുകയുള്ളൂ. മനസ്സിലായോ? നമ്മളെ ആരും വളർത്തത്തില്ല, കൊന്നുകളയാനേ ശ്രമിക്കുകയുള്ളൂ. എന്നിട്ട് അവര് വളരുവോ? അതുമില്ല. അവരാ കൊന്നുകളയുന്നതോടുകൂടി ആ ഒരാള് നഷ്ടപ്പെടുവാണ് അവർക്കെന്ന് അവര് അറിയുന്നില്ല. കഴിവുള്ള ഒരാളെയാണ് കൊല്ലുന്നതെങ്കിലോ അത് അവരുടെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ആ കഴിവുള്ള ആളെ കൂടെ ചേർക്കാതെ അവരെ തകർത്ത് കളയുകയാണെങ്കിലോ പിന്നെ ഇവരുടെ അടുക്കളേക്ക് ആള് വരുമോ? ഇല്ല. സോ ബ്രില്യന്റ് എന്ന്, ബ്രില്യന്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കഴിവുള്ളവരെ വളർത്തണം. ഇവിടെ അനേകം ആളുകൾ വരുന്നുണ്ട്, മിക്കവരും കഴിവില്ലാത്തവരൊക്കെ, യാതൊരു വിധത്തിലുള്ള കഴിവൊന്നും ഇല്ലാത്തവരൊക്കെ വരുന്നത്. ചിലര് നല്ല കഴിവുള്ളവരും വരും. അപ്പൊ അവരെയൊക്കെ ഞാനാണെങ്കില് അവതരണത്തിലൂടെ അവരെയൊക്കെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമകളാക്കി ചിത്രീകരിച്ച് ഞാൻ എടുത്തിടും. നാഗ യുവർ ബ്രില്യന്റ് എന്ന് ചിത്രീകരിച്ചിടും. പക്ഷെ ഇന്ന് വരെ എന്നെ ആരെങ്കിലും അങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ടോ? എനിക്ക് നല്ല കഴിവുള്ള ഒരാളാണെന്ന് ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് പറയാനുള്ള കഴിവ് ആർക്കും ഇല്ല. എന്റെ പേര് നേരാവണ്ണം പറയാനുള്ള കഴിവ് പോലും കേരളത്തിലുള്ളവർക്കില്ല. എല്ലാവരും ചേച്ചി ചേച്ചി എന്ന് വിളിക്കുക. വിദ്യാഭ്യാസം ഉള്ളവരും ചേച്ചി എന്നാണ് വിളിക്കുന്നത്, പേരറിയില്ല. അങ്ങനെയല്ല. വിദ്യാഭ്യാസം ഉള്ള ആള് മറ്റൊരാളുടെ പേരുണ്ടെങ്കിൽ ആ പേര് തന്നെ ഇട്ട് വിളിക്കാനുള്ള ആ വിദ്യാഭ്യാസം എങ്കിലും കാട്ടണം. ഡോക്ടർമാരും അതുപോലെയുള്ള ബിസിനസ്സുകാരൊക്കെ എന്നെ വന്ന് ചേച്ചി എന്ന് വിളിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ കുട്ടി എന്റെ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോൾക്കെന്റെ പേരറിയില്ലേ? നാഗസൈരന്ത്രി ദേവി, നാഗസൈരന്ത്രി എന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഇല്ലേ? അപ്പൊ എന്റെ പേര് ഒരു സാമാന്യം ബോധം വെച്ച് എന്റെ പേരെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ ഞാൻ ഇട്ടുകൊടുത്തു. കാരണം ഡോക്ടറാണ്, എന്നിട്ട് പോലും എന്റെ പേരറിയില്ല ആ കുട്ടിക്ക്. ഡോക്ടറാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഡോക്ടർ ആണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ കൂട്ടം കൂടി കുറെ ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോഴേ ചേച്ചി എന്നൊരാളെ വിളിച്ചാല് ഏതൊക്കെ ചേച്ചിമാരായിരിക്കും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്? പേര് തന്നെ വിളിക്കണം. ഇന്ന ആളാണെങ്കിൽ ആ ആളിന്റെ പേരിട്ട് വിളിച്ചാൽ മാത്രമേ ആ വ്യക്തി ഇങ്ങനെ നോക്കുകയുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണം ഇവറ്റകൾക്ക് മനസ്സിലാകേണ്ടത്, അല്ലാതെ വേറെ ഒരാൾക്കും അറിയില്ല. അതുപോലെ എന്നെ അവതരിപ്പിക്കാനുള്ള കഴിവ് ഒരാൾക്ക് പോലും ഇല്ല. കഴിഞ്ഞ ദിവസം എന്റെ ഇൻസ്റ്റാഗ്രാമില് ഒരാള് വന്ന് എഴുതി വെച്ചേക്കുന്നു, എന്നെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും കാണണമെന്നും ഒക്കെയുള്ള കമന്റ് എഴുത്ത്. അപ്പൊ അതിന്റെ അടിയിൽ കുറെ പേര് കുളനട എന്ന് പറയുന്നു. കുളനടയല്ല, കുളക്കട. കുളനട എന്ന് പറയുന്നത് പന്തളത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് കുളനട.
ഇത് അവിടുന്ന് ഇങ്ങാണ് കുളക്കട. കൊല്ലം ജില്ല കൊട്ടാരക്കരയ്ക്കടുത്താണ് കുളക്കട. അടൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടഭാഗത്താണ് കുളക്കട എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് സൈരന്ധ്രി ദേശം. അപ്പൊ പത്തനംതിട്ട ജില്ലയും കൊല്ലം ജില്ലയും തൊട്ടടുത്ത് കിടക്കുന്നു. അതിൽ കൊട്ടാരക്കരയും അടൂരും അതിന്റെ ഇടഭാഗത്ത്, അതായത് കൊട്ടാരക്കരയിലാണ്, കൊല്ലം ജില്ലയിലാണ് ഈ കൊട്ടാരക്കര. ആ കൊട്ടാരക്കര ഭാഗത്താണ് കുളക്കട. ഏനാത്തൊക്കെ പത്തനംതിട്ട ജില്ലയാണ്. ആണ് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവരവിടെ വന്ന് തർക്കിക്കുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും അടിയിൽ ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്, അനീഷെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഇവർ എന്റെ അയൽക്കാരിയാണ്, ഈ സ്ത്രീ എന്റെ അയൽക്കാരിയാണ്, ഇവരെ എനിക്കറിയാം എന്നുകൊണ്ട് ലൈക്കൊക്കെ കൊടുത്തേക്കുന്നു. അപ്പൊ കുറെ ആളുകള് അതിനെപ്പറ്റി തർക്കിക്കുകയാണ് അവിടെ. അവരെനിക്ക് കാണാൻ ഇഷ്ടമാണ്, ഈ സ്ഥലം എവിടെയാണ്. ചിലര് പറയുന്ന അടൂരാണെന്ന് അവിടെ ഇതിനകത്തിൽ എഴുതി വെച്ചേക്കുന്നത്, ചിലര് പത്തനംതിട്ടയെന്നൊക്കെ എഴുതി വെക്കുന്ന, ചിലര് കൊട്ടാരക്കരയെന്നും കുളക്കടയെന്നൊക്കെ. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് എഴുത്തിലൂടെ ചർച്ച ചെയ്യുക. ഞാനതെല്ലാം വായിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും അടിയിൽ നോക്കിയപ്പോ അനീഷ് കുമാർ എന്നോ മറ്റോ പേരുള്ള ഒരാള് അവിടെ എന്റെ അയൽക്കാരി കാണുന്നു. എനിക്ക് വല്ലാത്ത അവജ്ഞ തോന്നി ആ ആളിനോട്. ഞാൻ ബ്ലോക്ക് ചെയ്തു. കാരണം എന്താന്ന് വെച്ചാല് അയാൾക്ക് എന്നെ അവതരിപ്പിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്തൊരു മണ്ണാമുണങ്ങൻ.